ഫെബ്രുവരി മാസം 6-ാം തീയതി തുടങ്ങിയ പുതിയുഗ യാത്ര മാർച്ച് മാസം ഈ ദിവസം ഇന്നിപ്പോൾ തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്ത് സമാപിക്കുകയാണ്. ഈ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് മറ്റ് പല ജില്ലയുടെ ഭാഗത്തു നിന്ന് ആളുകളിലേക്ക് എത്തിയിട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വേദിയിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിലുണ്ട്. കേരളത്തിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും ഇടുക്കി ജില്ലയിലുമൊക്കെ ആയിട്ട് പലയിടങ്ങളിൽ സാധാരണക്കാരുമായിട്ടുള്ള കൂടിക്കാഴ്ച, കുട്ടികളുമായിട്ടുള്ള സംവാദം, വിവിധ മേഖലകളിലുള്ള ആളുകളുമായിട്ടുള്ള സംവാദം, അങ്ങനെ വിവിധ പരിപാടികളുമായിട്ട് രാഹുൽ ഗാന്ധി കേരളത്തിലുണ്ട്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതിയുഗ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നത്. രാഹുൽ ഗാന്ധിയാണ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുക. അതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ് രാഷ്ട്രീയ കേരളം അങ്ങേയറ്റം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കോൺഗ്രസിന് വേണ്ടി, UDF-ന് വേണ്ടി പ്രതിപക്ഷ നേതാവ് പുതിയുഗ യാത്രയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ മുഖമായിട്ടുള്ള രാഹുൽ ഗാന്ധി എന്ത് പറയും എന്നുള്ളതാണ് എല്ലാവരും വലിയ ആകാംക്ഷയോടുകൂടി കാണുന്നത്. രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷ നേതാവിനും വലിയ തരത്തിലുള്ള ഒരു സ്വീകരണം, വലിയ പിന്തുണ പലയിടങ്ങളിലും പ്രവർത്തകർ നൽകുന്നുണ്ട്. ഏതാണ്ട് നമുക്ക് ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഈ ജർമ്മൻ പന്തലിൽ നമുക്ക് എത്രമാത്രം ഈ പ്രവർത്തകരുടെ ബാഹുല്യം കാണാൻ കഴിയും.